യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സമർപ്പിതരുടെ ഇടയിൽ അപൂർവമായിട്ടാണെങ്കിലും സംഭവിക്കാറുള്ള ആത്മഹത്യയുടെ കാരണങ്ങളിലേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വെളിച്ചം വീശുകയായിരുന്നു. 2 കാരണങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ നമ്മളോട് പങ്കുവച്ചു. ഒന്ന്, വ്യക്തിയിൽ തന്നെയുള്ള ഒരു പ്രശ്നമാണത്. അത് തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ല എന്നും നമ്മൾ കണ്ടു. മറ്റൊന്ന്, ബാഹ്യമായ ആ വ്യക്തി ജീവിക്കുന്ന ബാഹ്യമായ ലോകത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് നമ്മൾ കണ്ടു. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതൊന്നും അറിയാതെ വ്യക്തികളെ പലപ്പോഴും വിമർശിക്കുകയും ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം പിന്തിരിയുവാനായിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ചർച്ച നമ്മെ ഒത്തിരി സഹായിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ്. തുടർന്നുള്ള ഈ എപ്പിസോഡിൽ നമ്മൾ സമർപ്പിതരുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, നമ്മളത് അവസാനിപ്പിച്ചു. പക്ഷെ ഒരു കാര്യം, ഈ സമർപ്പിതർ ജീവിക്കുന്ന ആ സമൂഹത്തിൽ, ആ സഭയിൽ നിന്നുള്ള പ്രോത്സാഹനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ചിലപ്പോഴൊക്കെ അവർക്ക് ഒരു ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പക്ഷേ ഈ അവസ്ഥയിലേക്ക് അവരെ നയിക്കുന്നുണ്ടാകില്ലേ? സന്യാസ സമൂഹങ്ങളിൽ അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാധാന്യം നൽകുന്നുണ്ട്, എല്ലാ അംഗങ്ങൾക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഓരോ സഭാസമൂഹത്തിൻ്റെയും സന്യാസ സഭാ സമൂഹത്തിൻ്റെയും സമ്പത്തെന്ന് പറയുന്നത് അംഗങ്ങളാണ്, അതിലെ അംഗങ്ങളാണ്. അല്ലാതെ ആ സഭാസമൂഹത്തിനുള്ള സാമ്പത്തിക ശേഷിയല്ല, അസറ്റല്ല. അത് ബാഹ്യമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ കാരണം ഈ സഭാസമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാണ്. അവരുടെ ശുശ്രൂഷ വഴിയായിട്ടാണ് സഭാസമൂഹം വളരുന്നത് എന്ന് പറയുമ്പോൾ, എന്തിനു വേണ്ടിയിട്ട് സഭ സ്ഥാപിക്കപ്പെട്ടോ ആ സ്ഥാപന ലക്ഷ്യം അത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ സഭ പ്രവർത്തിക്കുന്നത്. അത് അങ്ങനെ പ്രവർത്തിക്കാനായിട്ടുള്ളവർ ആരാണ്? സഭാംഗങ്ങളാണ്. പണമുള്ളത് കൊണ്ട് സഭയുടെ പ്രവർത്തനം നടക്കില്ല, സ്ഥാപനം ഉള്ളത് കൊണ്ട് സഭയുടെ പ്രവർത്തനം നടക്കില്ല. അപ്പോൾ സഭയുടെ സ്വത്ത് എന്ന് പറയുന്ന തീക്ഷ്ണമതികളായിട്ടുള്ള സഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ അവരുടെ വളർച്ച എന്ന് പറയുന്നത്, അതിലുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് എല്ലാ സഭാസമൂഹങ്ങളുടെ, സന്യാസ സഭാസമൂഹങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ്. അവരെ വളർത്തുക എന്നുള്ളത് ഒരു നയം തന്നെയാണ് ഉള്ളതാണ്. വളർത്തുന്ന പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഓരോരുത്തരുടെയും കഴിവ് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം വ്യത്യസ്തമായിട്ടുള്ള കഴിവാണ് സഭയിലെ അംഗങ്ങൾക്കുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിവുകൾ, അവരിൽ ദൈവദത്തമായിട്ടുള്ള ഈ കഴിവുകൾ അതുങ്ങളവർ ആർജിച്ച, അവർക്ക് അതിനുള്ളൊരു ആഭിമുഖ്യം ഉള്ളതായിരിക്കാം. അത് മനസ്സിലാക്കിക്കൊണ്ട്, അത് ഫോർമേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിയെ നിരീക്ഷിക്കണം, ക്ലോസായിട്ട് നിരീക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കഴിവുകൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കഴിവുകൾ സഭാസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് പ്രോത്സാഹനം. അതുകൊണ്ട് എല്ലാ സഭാസമൂഹങ്ങളും വ്യക്തിയെ മനസ്സിലാക്കേണ്ടതുണ്ട്, ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്.
അപ്പോൾ അതനുസരിച്ച് പ്രോത്സാഹനം വേണം. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അധികാരികളുടെ ഭാഗത്തുള്ളൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ വ്യക്തിയെ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ കുറച്ച് പേരെ കിട്ടുന്നു, അവർ വഴിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു, അത് പോരാ. അപ്പോൾ ഇവരെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ ശുശ്രൂഷ ഫലപ്രദമായ വിധത്തിൽ സഭയിൽ ഉപയോഗിക്കുക, സന്തോഷപ്രദമായിട്ട് ശുശ്രൂഷ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ഉള്ളതാണ്. അപ്പോൾ അത് മിക്കവാറും സഭകളൊക്കെ അങ്ങനെ പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നുള്ളതാണ്. കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് വിവിധ തരത്തിലുള്ള കഴിവുകളുണ്ട്. നമ്മൾ ചിലപ്പം വിചാരിക്കും എന്തുകൊണ്ടാണ്, ഇപ്പം ചിലപ്പോൾ വിചാരിക്കും ഈ പാട്ട് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരു വൈദികനെ പഠിക്കാനായിട്ട് എന്തിനാണ് വിടുന്നതെന്നൊക്കെ ചോദിക്കും. കർണാട്ടിക് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ. മ്യൂസിക് പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം സഹായകമാകും എന്നുള്ളൊരു കാര്യമാണ്. കമ്പോസ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ആൾക്കാരുണ്ട്, അതിന് സംഗീതം കൊടുക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ട്, പാടാനായിട്ടുള്ള ആൾക്കാരുണ്ട്, കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുവഴിയായിട്ട് വലിയൊരു സുവിശേഷ പ്രഘോഷണം തന്നെ നടത്തുകയാണ്, ദൈവത്തോട് മനുഷ്യരെ അടുപ്പിക്കുകയാണ്. ചില പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് ഞാൻ വിചാരിക്കാം, ചില പാട്ടുകൾ ഒരു പാട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്, സൂര്യനെ നോക്കുന്ന പോലെ, സൂര്യകാന്തി പൂവ് സൂര്യനെ നോക്കുന്ന പോലെ എന്ന് ആ പാട്ട്, അത് എപ്പോഴും കേൾക്കുമ്പോഴേ, എത്രയോ വർഷം മുമ്പുള്ള എഴുതപ്പെട്ടൊരു പാട്ടാണത്. വസ്തുത്തിൽ അത് നമുക്ക് വളരെ നമ്മുടെ ഒരു വലിയ ലയിച്ച് ആ വരികൾ പാടുന്ന കേൾക്കുമ്പം തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അനുഭവത്തിലേക്ക് പോകത്തക്ക വിധത്തിലുള്ള പാട്ടാണ്. ഞാൻ പറഞ്ഞു വരിക കാര്യം നിസ്സാരമൊന്നും. അതുപോലെ തന്നെ പെയിൻറ്റിങ്. അപ്പോൾ ഇങ്ങനെ സഭാസമൂഹത്തിൽ ഓരോന്നും ഞാൻ അതുപോലെ തന്നെ ഈ സ്കൂളിൽ ഓരോരുത്തർക്കും ഓരോ സഭയ്ക്കും അവരുടേതായിട്ടുള്ള പ്രഖ്യാപിതമായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ ഓരോ സഭയിലും വ്യക്തികളുള്ള കഴിവ് അത് മനസ്സിലാക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇനി ചിലപ്പോഴെങ്കിലും ആൾക്കാർ ചോദിക്കുന്നു, ചിലരെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. അതായത് ചില ആളുകളെ അങ്ങനെ ഹയർ സ്റ്റഡീസിന് വിടുക, അല്ലെങ്കിൽ വിദേശത്തേക്ക് അയക്കുക, ചില ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക, ചില പ്രത്യേക അപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുക. അങ്ങനെ രീതിയിലൊരു പക്ഷപാതം കാണിക്കുന്ന ഒരു അവസ്ഥയില്ലേ എന്ന് ചോദിക്കുന്ന സംശയങ്ങളുണ്ട്. ഞാൻ ഒരു സന്യാസ സമൂഹത്തിൻ്റെ അംഗമായതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനായിട്ടും പിന്നെ മറ്റ് സഭകളിൽപ്പെട്ട ആളുകളുടെ അനുഭവത്തിൽ നിന്നൊക്കെ പൊതുവായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതൊന്നും നടക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കില്ല. കാരണം ഇത് ഒരു വ്യക്തി എടുക്കുന്ന, ഒരാളെ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് വിടുന്നു, ഒരു പ്രോവിൻസിൽ വിദേശത്തേക്ക് പഠിക്കാനായിട്ടൊക്കെ വിടുന്നു എന്ന് പറയുമ്പോൾ അത് ആ പ്രോവിൻഷ്യൽ മാത്രം എടുക്കുന്നൊരു തീരുമാനമല്ല. ആ പ്രൊവിൻഷ്യലും അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സ് 4 പേരും കൂടി ആലോചിച്ച് പല കാര്യങ്ങളുമൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വ്യക്തിയുടെ പഠിക്കാനായിട്ടുള്ള കഴിവ് അത് നോക്കും. ഈ പഠനത്തിനായിട്ടൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പഠിച്ചേച്ച് വന്നു കഴിയുമ്പോൾ ഇയാളുടെ സമർപ്പണം നോക്കും, സഭാസമൂഹത്തോടുള്ള സമർപ്പണം നോക്കണം, സഭയുടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ സാധാരണഗതി നോക്കും എന്നുള്ളതാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ പഠനം കൊണ്ട് എന്ത് ഉപകാരം കിട്ടും സഭയ്ക്ക്, ശുശ്രൂഷ മേഖലയിൽ എങ്ങനെ, അപ്പോൾ ഇങ്ങനെ പലതും കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു മാനദണ്ഡം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഇപ്പം സഭയിലെ ചില അംഗങ്ങൾക്ക് ആഗ്രഹം കാണുമായിരിക്കും ഉപരിപഠനം നടത്തണം എന്നുള്ളത്, അത് ഉപരിപഠനം വിദേശത്ത് നടത്തണം എന്നുള്ള ആഗ്രഹം കാണുമായിരിക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോഴത് സാധിക്കാതെ വരുന്നുണ്ടാകാം ഇങ്ങനെയായിട്ടുള്ള അപ്പോൾ ഒരു പ്രയാസം സ്വാഭാവികമായിട്ട് തോന്നുന്നു. ഇപ്പം മാത്രമല്ല, വിദേശത്തേക്ക് പഠനത്തിനായിട്ട് വിട്ടിരിക്കുന്ന ആളെക്കാളും കൂടുതൽ അക്കാഡമിക്കായിട്ടുള്ള ഒരു ബ്രില്യൻസ്, അതിനുള്ള കൂടുതൽ കഴിവ് എനിക്കുണ്ടെന്നുള്ളതായിരിക്കും, തനിക്കുള്ളതെന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നൊരു കാര്യം. അത് ശരിയായിരിക്കാം. ചിലപ്പോൾ സെമിനാരിയിലെ പരീക്ഷയിൽ ഒക്കെ മാർക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് നോക്കുമ്പോൾ പല ഘടകങ്ങളും കൂടെ നോക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കാര്യം. അപ്പം ഇദ്ദേഹത്തെ ചിലപ്പോൾ നാട്ടിലായിരിക്കും പഠിപ്പിക്കാനായിട്ട് വിടുന്നത്, അല്ലെങ്കിൽ ഒരു ജോലി കൊടുക്കുന്നു. ഇപ്പം ചിലർ വിചാരിക്കും, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇത്രയും നാളായിട്ട് എനിക്ക് സുപ്പീരിയറായിട്ട്
ചാൻസ് കിട്ടിയില്ല. ഒരു ചാൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അങ്ങനെ പറയുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. ഇങ്ങനൊരു ഉയർന്ന പദവി കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സമൂഹത്തിൽ അത് മഠത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു വൈദികരുടെ ആശ്രമത്തിലോ സന്യസ്ത ആശ്രമങ്ങളിൽ പുരുഷന്മാരുടെ ആശ്രമത്തിലോ ആയിക്കൊള്ളട്ടെ, സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ, ആ ശുശ്രൂഷ കാര്യം 3-4 അംഗങ്ങളോ ഉള്ളതായിരിക്കും. ചെറിയ സമൂഹത്തിൽ, ഒരു ചെറിയ സമൂഹത്തിൽ പോലും എന്നെ ആക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ചുരുക്കം ചില ആൾക്കാർ കാണും. പക്ഷേ അങ്ങനെ അപ്പോൾ ഈ സമൂഹത്തിനൊരു നേതൃത്വം കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അവരെ സ്നേഹപൂർവ്വം പരിഗണിക്കാനായിട്ടും അതുപോലെ തന്നെ പരിഗണിക്കാനായിട്ടും മച്യൂറായിട്ടുള്ള പക്വതയോടുകൂടിയുള്ള തീരുമാനമെടുക്കാനായിട്ടും സഭാസമൂഹത്തെ ആ രീതിയിൽ അതിൻ്റെ ചൈതന്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഒക്കെ സാധിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പല കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യത്തിലുള്ള അപ്പോയിൻമെൻറ്റ്. അതൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ, ഞാൻ 30 കൊല്ലമായിട്ട് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു പ്രിൻസിപ്പലാകാൻ പറ്റിയില്ല. അതെ, അപ്പോൾ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളാണ്, പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലം ആയ ആളാണ് പ്രിൻസിപ്പളാകുന്നതെന്നൊക്കെയുള്ള ചിലപ്പോഴും ഉള്ള ഒരു പ്രയാസം ഒക്കെ സ്വാഭാവികമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, 10,000 കുട്ടികളുള്ള സ്കൂള്, അധ്യാപകർ 40 പേര് കാണും, അനധ്യാപകർ കുറേ കാണും. അപ്പോൾ ഇങ്ങനെ കുട്ടികളോടും അധ്യാപകരോടും അനധ്യാപകരോടും മാതാപിതാക്കന്മാരോടും കുട്ടികളുടെ മാതാപിതാക്കന്മാരോടും ഒക്കെ ഒരു പെരുമാറാനായിട്ടൊക്കെ നന്നായിട്ട് പെരുമാറാനായിട്ടൊക്കെ സാധിക്കുന്നവർ ഇങ്ങനെ പലത് കണക്കിലെടുത്തിട്ടായിരിക്കും. പ്രായവും പക്വതയൊക്കെ വേണം. അതെ, പ്രായം കാണുമായിരിക്കും, പക്ഷേ പക്വതയും അതെ ഇടപെടാനുള്ള അപ്പോൾ ഒരു കൺസൊലേഷൻ പ്രൈസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സഭയുടെ പൊതുവായിട്ടുള്ള നന്മയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് നോക്കേണ്ടത്. ഇനി അപ്പോൾ സാറ് സൂചിപ്പിക്കുന്ന പോലെ അല്ലെ, ചിലരെങ്കിലും പരാതി പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്താണ് യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന, മറ്റ് പ്രത്യേക വ്യക്തിപരമായിട്ടുള്ള പരിഗണന വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും നമുക്ക് സന്യാസത്തിൻ്റെ നീതിക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ നീതിക്ക് തന്നെ നിരക്കുന്ന ഒരു പ്രവൃത്തിയല്ല. ഒരു പ്രത്യേക പരിഗണന, എന്നോട് ഇങ്ങനെ സ്നേഹം കാണിച്ചു അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ സഹായിച്ചു, അപ്പോൾ അതിനൊരു പ്രതിനിധിയായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല. അങ്ങനെ ചിലപ്പോഴും സംഭവിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം മനുഷ്യരുടെ ഇതാണല്ലോ, അങ്ങനെ മാനുഷികമായിട്ടുള്ളൊരു വരുമ്പോഴത്തേക്കും അത് ആശാസ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു തിരിച്ച് വ്യത്യാസം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു തിരിച്ച് വ്യത്യാസം, കംപ്ലൈൻ്റ് ഉണ്ടാകാം, ഒരു പരാതി ഉണ്ടാകാം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ ഈ സമർപ്പിതർ അല്ലെങ്കിൽ സന്യാസവുമായി ബന്ധപ്പെട്ടുള്ള നടത്തുന്ന സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രി, കോളേജുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കൂളുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് അത് ധനാഢ്യന്മാർക്ക് വേണ്ടിയാണ്, പണമുള്ളവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് നടത്തുന്ന അച്ഛന്മാർക്കോ കന്യാസികൾക്കോ അവരുടെ വീട്ടുകാർക്കോ ഒക്കെ വേണ്ടിയാണ് അത് ഉപകരിക്കുന്നത് എന്നുള്ള രീതിയിൽ പരക്കെ ഒരു വിമർശനവും ഒരു സംസാരമൊക്കെ ഉണ്ട്. അച്ഛൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് അച്ഛൻ പറയാനുള്ളത്? ഞാൻ ഈ സാറിൻ്റെ ഈ ചോദ്യത്തിന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് മുമ്പ് പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് കൊണ്ട് അവസാനിപ്പിക്കാൻ നിന്നു ആ കാര്യത്തെക്കുറിച്ച്. അതായത് സമൂഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട എന്ന സാർ ചോദിച്ചു, ഒറ്റപ്പെടുത്തപ്പെട്ട എന്നുള്ളതാണ്. അപ്പം ഒറ്റപ്പെടുത്തപ്പെട്ട അംഗങ്ങൾ കുറവായിരിക്കും, ഈ ഒറ്റപ്പെട്ട അംഗങ്ങൾ കാണും. സ്വയം മാറി നിൽക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കാണും. അപ്പോൾ ഞാനിങ്ങനെ ഈ ശുശ്രൂഷയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു, അങ്ങനെ ഒരു ഇനാക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും സമൂഹമായിട്ട് ഒക്കെ ചേരാതെ തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാർ കാണും. അത് വ്യക്തിയുടെ തന്നെ ആയിട്ടുള്ള ഒരു പ്രയാസത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ ചുരുക്കമായിട്ടെങ്കിലുമൊക്കെ കാണും, ഒറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി തനതായിട്ടുള്ള രീതിയിൽ ശൈലിയിലും ഒക്കെ ഒരു ബന്ധമില്ലാത്ത. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനായിട്ട് പാടില്ല, ആരെയും ഒറ്റപ്പെടുത്താനായിട്ട് പാടില്ല.
പക്ഷേ ഒറ്റപ്പെട്ട് തനിയെ മാറി നിൽക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ അവരെ അങ്ങേയറ്റത്തെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ അധികാരികളും മറ്റ് കൂട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരും ഒക്കെ നടത്തേണ്ടതാണ്, നടത്തുന്നുമുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇനി സാറ് ചോദിച്ച ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അതായത് സഭയുടെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളുകൾ, കോളേജുകൾ, ടെക്നിക്കലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറയുന്നതെല്ലാം ധനികരായിട്ടുള്ള അല്ലേ, സാമ്പത്തിക അവരെയൊക്കെ അവരെ കേറ്റർ ചെയ്യുന്ന, അതാണല്ലോ സാർ ഉദ്ദേശിച്ചത്, അവർക്ക് വേണ്ടി അവഗണിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ അവഗണിക്കുന്ന, പിന്നെ സഭ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി, അവരുടെ വീട്ടുകാർക്കൊക്കെ വേണ്ടി അങ്ങനെ ഒരു ചിന്തയും സംസാരമൊക്കെ ഉണ്ട് പൊതുവെ. അങ്ങനെയുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വാസ്തവം എന്താണെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. കാരണം അകത്ത് നിൽക്കുന്ന ആൾക്ക് സാർ ചോദിച്ചൊരു കാര്യം, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ അകത്തുള്ള ആളായതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ അറിയും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാറിനും ഏതായാലൊക്കെ അറിയാം, കാരണം ഈ സഭാ സമൂഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊരു പരാതി ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഇപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് എന്ന് പറയുന്ന കാര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പരാതി ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് 1980കളിലാണ് ആരംഭിക്കുന്നത് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ആവിർഭാവമായിരുന്നു. ഈ സ്കൂളുകളെ സംബന്ധിച്ചുള്ള ഒരു പരാതിക്ക് പ്രത്യേകിച്ച് ധനികരായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ കുട്ടികളെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭ തുടങ്ങിയതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആരോപണം പലതും നടത്തുന്നുള്ളതിനെക്കുറിച്ച്. കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിച്ചപ്പോൾ അതിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് സഭാ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് സഭാ സമൂഹങ്ങളാണ് അത് ആരംഭിക്കുന്നത് പലയിടത്തും, അല്ല രൂപതകളല്ല ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സർക്കാരിൻ്റെ സഹായവും പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത് നടത്തിക്കുന്ന സ്കൂൾ കെട്ടിടം പണിയുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സ്ഥലം, അധ്യാപകരെ നിയമിക്കുന്നത്, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്, ഇങ്ങനെ ഒരു സ്കൂൾ നടത്തുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ വേണമല്ലോ. അതപ്പോൾ അതിന് മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്ന്, കുട്ടികളുടെ മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഫീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായി. അപ്പോൾ ഈ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഫീസ് ആ ഫീസ് കൊടുക്കാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാർക്ക് അത് സാധ്യമായിരുന്നില്ല. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സാധ്യമായിരുന്നില്ല. അപ്പോൾ ആ സമയം മുതൽ തന്നെ, അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ ഇത് മറ്റ് സ്കൂളുകളുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ സ്കൂളുകൾ ഉണ്ട്. ഈ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതും ഗവൺമെൻറ് സ്കൂളുകളും ഒക്കെ നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ്, കോളേജുകളൊക്കെ നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അത് സഭ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉപരി വിദ്യാഭ്യാസത്തിന് കേരളത്തിന് പുറത്തേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലൊരു പരിജ്ഞാനം ആവശ്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് സഭ തുടങ്ങിയത്. സഭ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും, പക്ഷേ ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ള കുടുംബത്തിലെ കുട്ടികളായിരുന്നു ഉള്ളതാണ്. അപ്പം അത് ഇങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞപ്പോൾ, അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ വിൻസെൻഷ്യൻസ് സ്കൂളുകൾ, ചെറിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നമുക്ക് പലതുണ്ട്, കേരളത്തിലുമുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട് ഉള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ സഭയിൽ തന്നെ ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാവപ്പെട്ട പഠിക്കാനായിട്ട് കഴിവൊക്കെ ഉള്ളതും
ഈ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടതായിട്ടുള്ള കുട്ടികൾക്ക് കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് അഡ്മിഷൻ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അഡ്മിഷൻ കൊടുക്കുകയും സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം സഭ തന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ കൊടുക്കുകയും ചെയ്തിരുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിമർശനത്തിന്, പക്ഷേ അത് എല്ലാവരും പാലിച്ചോ, എല്ലായിടത്തും പാലിച്ചോ എന്നുള്ള ഒരു കാര്യം അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഒരു കാര്യം എനിക്കറിയാവുന്ന ഒരു കാര്യം, കേരളത്തിന് പുറത്തുള്ള ഒരു നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ സ്കൂളിനോട് അനുബന്ധിച്ചുള്ള ഒരു കാര്യം, അപ്പോൾ അവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബോർഡിംഗ് ഉണ്ടായിരുന്നു അവരിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിക്കാൻ, മറ്റ് നേരത്തെയൊക്കെ ആയിരുന്നപ്പോഴത് പുറത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലേക്ക് ഇവരെ ആക്കി എന്നുള്ളതാണ്, നമ്മുടെ കുട്ടികൾ, പാവപ്പെട്ട കുട്ടികളെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ എല്ലാവരും ആ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് കേറ്റർ ചെയ്യുന്ന ഒരു പരാതി അങ്ങനെ പൊതുവായിട്ട് സമൂഹത്തിലുണ്ടായിരുന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ആ കാര്യത്തിന് മാറ്റം വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഞങ്ങളുടെ സ്കൂളുകളിൽ നിന്നൊക്കെ പറയുന്ന, ഒരിക്കലും സമ്പത്ത് ജോയിൻ ചെയ്യാനായിട്ട്, ഈ സ്കൂളിൽ ജോലി ചെയ്യാനായിട്ട് സാമ്പത്തിക പിന്നോക്കം ഒരിക്കലും ഒരു കുട്ടിയെ അതിന് പിൻവലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പിൻവലിപ്പിക്കുന്നില്ല. ഇനി ഉപരിയായിട്ടുള്ള വലിയ കോളേജുകൾ, ഇനി വലിയ ടെക്നിക്കലായിട്ടുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടത്തുന്ന വലിയ സഭകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. വലിയ ടെക്നിക്കലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ഉണ്ട്. അപ്പോൾ അവിടെ ഇത് നടത്തുന്ന ഈ സ്ഥാപനങ്ങൾ നടത്താനും ഭാരിച്ച ഇന്നത്തെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന പഴയ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ രീതിയല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്ന പഴയ ആ ഒരു രീതിയല്ല, പഴയ മോഡലിലല്ല നടത്തുന്നത്. അപ്പോൾ ഇതൊരു ലോക നിലവാരത്തിലേക്കാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഉപരിപഠനം നടത്തുകയോ ജോലി കിട്ടുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. എപ്പോഴും എന്താണ് പറയുക, ഒരു മത്സരം ഇതാണ്. മികവ് തെളിയിക്കുന്ന ഇതാണ്, മികവ് തെളിയിക്കുന്ന. അപ്പം മികവ് തെളിയിക്കുന്ന മികവുറ്റതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് എല്ലാവർക്കും വേണ്ടതെന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും മികവുറ്റതാക്കാനായിട്ടുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച് മികവുറ്റ സ്കൂളുകളും മികവുറ്റ ഉയർന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കുട്ടികൾക്ക് പോകാനായിട്ടോ പഠനത്തിന് പോകാനായിട്ടോ അതുപോലെ തന്നെ ലോക നിലവാരത്തിൽ ഉള്ള ഒരു ഇതിലേക്ക് വരാനായിട്ടോ ജോലി കിട്ടാനായിട്ടോ സാധിക്കില്ലാത്തത് കൊണ്ട് അത് കത്തോലിക്ക സഭയും അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ഇപ്പം കത്തോലിക്ക സഭ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് അറിവ് കൊടുക്കുക മാത്രമല്ല ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഹ്യൂമൻ ആൻഡ് ക്രിസ്ത്യൻ വാല്യൂസ് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെയാണ്. അതൊരു പ്രധാനപ്പെട്ടതാണ് ഈ കാര്യം. അപ്പോൾ ഇത് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പം ഇന്നത്തെ നിലയിലുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു നിലവാരത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റും നല്ല ഫാക്കൽറ്റിയും നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ ആവശ്യമാണ്. അതുപോലെ ഫാക്കൽറ്റിക്ക് നല്ല ശമ്പളവും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഇന്നത്തെ ഇതിൽ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭാരിച്ച സാമ്പത്തികമായിട്ടുള്ള ചിലവുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വശങ്ങളും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെ ചിലവുള്ളപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫീസ് ഈ കുട്ടികളോട് തന്നെയാണ്, വിദ്യാഭ്യാർത്ഥികളോട് തന്നെയാണ് മേടിക്കാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളോട് വാങ്ങിക്കുന്നു. പക്ഷേ നമുക്കറിയാം ഇന്ന് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് ഇത്ര ശതമാനം മെറിറ്റ് എന്ന് പറയുന്നൊരു സംഗതി അല്ലേ. മെറിറ്റിൽ മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത് പഴയതുപോലെ ഇല്ല. അപ്പം മെറിറ്റിൽ ആർക്കും യോഗ്യരായിട്ടുള്ള ഏത് കുട്ടിക്കും സാമ്പത്തികമായിട്ടുള്ള മുന്നോക്കമോ പിന്നോക്കമോ ഒന്നുമില്ലാതെ അങ്ങനെ എടുക്കാം. നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട ടൈം കഴിഞ്ഞു. യേശുവിൽ പ്രിയമുള്ളവരെ,
സന്യാസ അല്ലെങ്കിൽ സമർപ്പിത ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ചില സംശയങ്ങൾ, ഗൗരവമായ ചില സംശയങ്ങൾ നമ്മൾ അച്ഛനുമായിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ചത് സഭ നടത്തുന്ന സ്ഥാപനങ്ങളിലുള്ള അതിൻ്റെ അവിടെയുള്ള അപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ നിയമനങ്ങൾ, അവിടെ അഡ്മിഷൻ, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ധനാഢ്യരോ അല്ലെങ്കിൽ സഭയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. വ്യക്തമായ ഉത്തരം അച്ഛൻ തന്നു കഴിഞ്ഞു. ഇത്രയും സമയം നമ്മളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പറും അവിടെ കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.